നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യ പ്രധാന തലക്കെട്ടുകൾ. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. വരും തലമുറയ്ക്ക് വേണ്ടിയാണ് നിയമനിർമ്മാണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. വീഴ്ചകൾ മറച്ചുവെക്കാനുള്ള കേന്ദ്രത്തിന്റെ തന്ത്രമെന്ന് പ്രതിപക്ഷം. CJP പ്രതിഷേധത്തിനിടയിലെ പോലീസ് നടപടി ചോദ്യം ചെയ്ത് പ്രിയങ്ക ഗാന്ധി. CJP പ്രതിഷേധത്തിലെ സംഘർഷത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമെന്ന് സുപ്രീം കോടതി. അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരെയും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെയും മോചിപ്പിക്കാൻ നിർദ്ദേശം. സാമൂഹ്യവിരുദ്ധ ശക്തികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കുമെതിരെ നടപടി തുടരാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ ബോർഡ് അംഗം A അജികുമാറിനെയും ഒരു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നിരപരാധിയെന്ന് ആവർത്തിച്ച PS പ്രശാന്ത്. ശബരിമല നെയ്യഭിഷേകത്തിന് മിൽമ യൂണിറ്റ് വഴിയുള്ള നെയ് വിൽപ്പനയിലെ ക്രമക്കേട് അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തൽ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് വിഭാഗത്തിന് കൈമാറാത്തത് എന്തെന്ന് ഹൈക്കോടതി. വടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പിടിയിലായത് പേരാമ്പ്ര BRCയിലെ നീഷ്മ. കേസിൽ ഇതുവരെ പിടിയിലായത് 3 അധ്യാപികമാർ. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം. കേന്ദ്ര വൈദ്യുതി വിഹിതം കുറഞ്ഞെന്നും ഉപഭോഗം കൂടിയെന്നും KSEB. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രവീന്ദ്ര ജഡേജ ടീമിൽ. പുതുമുഖം സരാഞ്ച് ജെയിൻ ടീമിൽ. ഫ്രാൻസ് ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി സിനദിൻ സിദാൻ. പരീക്ഷാ ക്രമക്കേടുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാനും ക്രമക്കേടുകളിൽ വേഗത്തിൽ കടുത്ത നടപടി സ്വീകരിക്കാനുമാണ് ഭേദഗതി കൊണ്ടുവരുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. പരീക്ഷാ ക്രമക്കേട് നടത്തുന്ന മാഫിയകളെ നിയന്ത്രിക്കാൻ ചർച്ച നടത്തുന്നതിന് പകരം പ്രധാനമന്ത്രിക്ക് ശ്രദ്ധ ഇൻസ്റ്റഗ്രാമിലാണെന്ന് ഗൗരവ് ഗൊഗോയ് പറഞ്ഞു. CJP പ്രതിഷേധത്തിനിടയിലെ പോലീസ് നടപടി ചോദ്യം ചെയ്ത് പ്രിയങ്ക ഗാന്ധിയും സംസാരിച്ചു. സ്പീക്കർ സർ, this bill which was introduced yesterday is in fact an amendment to the earlier bill, Public Examinations Prevention of Unfair Means Act 2024, which was also brought by this government, and not only brought, it was perhaps the first of its kind in the history of independent India. The earlier bill and the amendment today are, in a way, a reaffirmation of this government's deep commitment to safeguard the welfare of the students and the youth of this country. And at the same time, it is also a reiteration of Prime Minister Modi ji's resolve not to allow anyone to compromise with the future of the children of Mother India. And therefore, this bill can be described in a way as a milestone legislation in the history of Indian Parliament. माध्यम से इस पीढ़ी को आने वाले चुनौतियों के लिए तैयार नहीं कर रहे। आप शिक्षा के माध्यम से इस पीढ़ी के लोगों को आने वाले समय में आपके दल के सदस्य बने, आपको वोट दे, उसके लिए आप एक माहौल बना रहे हो। ये है आपके लिए शिक्षा का उद्देश्य, ये है शिक्षा का उद्देश्य। और हमने देखा कि वे जो संस्थाएं, चाहे वो IIT हो, चाहे JNU हो, चाहे DU हो, देश भर से माता पिता अपने बच्चों को बोल रहे कि जाओ दिल्ली जाओ, अगर दिल्ली नहीं जाओ बिहार में जाओ, लेकिन धरना प्रदर्शन करो। आज शिक्षा की बात है, आपको अपना भविष्य आपको बचाना है। मैं नहीं जा सकता पर मेरी आशीर्वाद तुम्हारे साथ है। एक मां ने एक आशीर्वाद के साथ अपने बेटी को भेजा, एक बाप ने अपने बेटे के पीठ पे थपथपाकर उसको जंतर मंतर पे भेजा, और DU, IIT, JNU कहती है आप मत जाओ, छात्रों को कहती है।
ജിഷ്ണു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, രൂക്ഷമായ വാക്പോരാണ് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ചർച്ച ഇനിയും വൈകാൻ തന്നെയാണോ സാധ്യത? ഇന്ന് തന്നെ ബില്ല് പാസ്സാക്കുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലവിൽ ലോക്സഭയിൽ ബില്ലിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. മായി ചൂണ്ടിക്കാട്ടിയതുപോലെ ശക്തമായ വാദപ്രതിവാദമാണ് ബില്ലിന്മേലുള്ള ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള ബില്ലിന്റെ പ്രത്യേകതകളൊപ്പം ബില്ല് എത്രത്തോളം പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നത് വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തുണ്ടായിട്ടുള്ള പരീക്ഷാ വീഴ്ചകൾ, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ജിതേന്ദ്ര സിംഗും ബാൻസി സ്വരാജ് എംപിയും ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിട്ടുള്ളത്. അതിനെ പ്രതിപക്ഷം ചെറുക്കുന്നത് നിലവിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമല്ല, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടി സ്വീകരിക്കുന്നില്ല തുടങ്ങിയ വാദമാണ്. ഒപ്പം പ്രിയങ്ക ഗാന്ധി എം പി സംസാരിക്കുമ്പോൾ വ്യക്തിപരമായി വിദ്യാഭ്യാസ മന്ത്രിയെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില വാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഈ ലോക്സഭയിൽ ഉയർത്തി. അതായത് വിദ്യാഭ്യാസ മന്ത്രിയായി നിലവിൽ നിയോഗിച്ചിട്ടുള്ളത് ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കുറ്റവാളികളെ മോചിപ്പിക്കുന്നതിൽ പോലും സന്തോഷമുള്ളയാളെയാണ് പ്രധാനമന്ത്രി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി നിയോഗിച്ചത് എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസ്താവന. അതിനെതിരെ ഇപ്പോൾ രൂക്ഷമായ വിമർശനം മുതിർന്ന കേന്ദ്രമന്ത്രിമാർ തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ വ്യക്തതയോടെ നടത്തണം. ഈ പരാമർശം സഭയുടെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ഉത്തരവാദിത്വമില്ലാത്ത പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി പിന്തിരിയണം എന്നുള്ളതുമാണ് ബിജെപിയുടെ മുതിർന്ന കേന്ദ്രമന്ത്രിമാർ വ്യക്തമാക്കിയത്. മായ, ശരി. എന്തായാലും പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ്. രൂക്ഷമായ വാക്പോരാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉണ്ടായത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലെ സംഘർഷത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീം കോടതി. വിഷയത്തിൽ അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരെയും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെയും മോചിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കുമെതിരെ നടപടി തുടരാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമരത്തിലുണ്ടായ സംഘർഷങ്ങളിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെയും കൂടാതെ സമരം നടന്ന സംസ്ഥാനങ്ങളുടെയും വിശദീകരണം കൂടി പരിശോധിച്ച ശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് തീരുമാനം. സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത 18 വയസ്സിൽ താഴെയുള്ളവരെയും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെയും വിട്ടയക്കണമെന്നും നിയമ നടപടി പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ സാമൂഹിക വിരുദ്ധ ശക്തികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കും എതിരെ നടപടി തുടരാമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയമം കയ്യിലെടുക്കുകയും അതിക്രമങ്ങൾ നടത്തുകയും ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സമരത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ ശക്തമായ പോലീസ് നടപടി ഉണ്ടായെന്നും ലൈംഗികമായി ഉപദ്രവിച്ചെന്നും പരാതിയുണ്ടെന്നും പോലീസിന് നേരെ അക്രമം നടന്നതായും കോടതി നിരീക്ഷിച്ചു. കേരളം, ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ പിന്തുണച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്നും സമരത്തിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വരെ അക്രമമുണ്ടായിട്ടുണ്ടെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടിക്ക് പ്രത്യേകം സംരക്ഷണം അനുവദിച്ച് ഹൈക്കോടതി. ഇതര മതസ്ഥനെ വിവാഹം ചെയ്തതിന്റെ പേരിൽ വധഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരമല്ലാതെ ആരെങ്കിലും കടത്തിക്കൊണ്ടു പോകുന്നത് തടയാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ അംഗം A അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി. കൊല്ലം വിജിലൻസ് കോടതിയുടെ അനുമതിയോടുകൂടിയാണ് നടപടി. SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി അനുവദിക്കുകയായിരുന്നു. ഇരുവരെയും ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം ഉച്ചയോടെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റും. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലെന്ന് ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കാൻ ദേവസ്വം കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നും ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതാണെന്നും കമ്മിറ്റി വെറും ഭരണപരമായ ട്രസ്റ്റി മാത്രമാണെന്നും ഓർമ്മിപ്പിച്ച ഹൈക്കോടതി 2022-23 ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടണമെന്നും നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ഡിജിറ്റൽ പണമിടപാടുകളിലെ വീഴ്ച സംബന്ധിച്ച വിഷയം പരിഗണിച്ചപ്പോഴാണ് കണക്കുകൾ പൂർണ്ണമായി ഓഡിറ്റിന് നൽകാത്തതിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്.
ശബരിമല നെയ്യഭിഷേകത്തിന് മിൽമ യൂണിറ്റ് വഴിയുള്ള നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേട് അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തൽ. മിൽമയുടെ 2 യൂണിറ്റുകളെ പ്രതിക്കൂട്ടിലാക്കിയാണ് ക്ഷീരവികസന ഡയറക്ടറുടെ റിപ്പോർട്ട്. ശബരിമലയിലേക്ക് നെയ്യ് നൽകുന്ന കടത്തുകരാറിൽ ക്രമക്കേടെന്നാണ് ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇടപാടിൽ പ്രൊഡക്ഷൻ മാനേജർ അനധികൃതമായി ഇടപെട്ടുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമലയിലേക്ക് നെയ്യ് വിൽപ്പന നടത്തിയതിൽ ആസൂത്രണത്തോടെയുള്ള ക്രമക്കേട് നടന്നുവെന്നാണ് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ടെൻഡർ ഒഴിവാക്കിയാണ് സീൽഡ് ടെൻഡർ കൊണ്ടുവന്നത്. ഇത് ക്രമക്കേട് നടത്താനായിരുന്നു. ഈ ടെൻഡർ ആവശ്യപ്പെട്ടതും ശുപാർശ ചെയ്തതും ഒരു ഉദ്യോഗസ്ഥനാണ്. പ്രൊഡക്ഷൻ മാനേജർ ഷൈൻ ജോസഫ് എന്ന ഉദ്യോഗസ്ഥനാണ് പത്തനംതിട്ട യൂണിറ്റ് ഹെഡും തിരുവനന്തപുരത്തെ മാനേജറും. ഈ ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ദുരൂഹമെന്ന് ക്ഷീരവകുപ്പ് ഡയറക്ടർ ചൂണ്ടിക്കാട്ടുന്നു. പത്തനംതിട്ട, തിരുവനന്തപുരം യൂണിറ്റുകൾ ക്രമക്കേടിന് കൂട്ടുനിന്നു. മിൽമയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തെ മറികടന്നാണ് കരാർ ഉണ്ടാക്കിയത്. ഒരു ടിൻ നെയ്യ് എത്തിക്കുന്നതിന് കരാറുകാരൻ കോട്ട് ചെയ്തത് വെറും 18 രൂപ മാത്രം. എന്നാൽ മറ്റു സ്ഥാപനങ്ങൾ 81 രൂപയും 48 രൂപയുമാണ് ഇതിനായി കോട്ട് ചെയ്തത്. കരാർ കമ്പനിക്ക് 1,65,000 ലിറ്റർ നെയ്യ് ഓർഡർ ലഭിച്ചുവെങ്കിലും വിതരണം ചെയ്തത് 1,56,010 ലിറ്ററാണ്. ഇതൊക്കെ ഗുരുതരമായ ക്രമക്കേടുകളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായി. പേരാമ്പ്ര BRCക്ക് കീഴിലെ അധ്യാപിക നീഷ്മയാണ് പിടിയിലായത്. നേരത്തെ പിടിയിലായ കീർത്തന, കാവ്യ എന്നിവർക്കൊപ്പം ലഹരി ഇടപാട് നടത്തിയ അധ്യാപികയാണിവർ. ഈ 3 അധ്യാപികമാരും ലഹരി മാഫിയ സംഘത്തിലെ കണ്ണികളായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 3 പേരും സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചു വരുന്നതായും പോലീസ് കണ്ടെത്തി. പേരാമ്പ്ര BRCയിലെ അധ്യാപികയായ കുട്ടോത്ത് സ്വദേശിയായ വലിയപറമ്പിൽ VP നീഷ്മയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്ത അധ്യാപികമാരായ കീർത്തന, കാവ്യ എന്നിവരിൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്നാണ് SIT സംഘം പ്രതിയെ പിടികൂടിയത്. നീഷ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ലഹരി വിൽപ്പന നടത്തിയ പണം എത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. സുഹൃത്തുക്കളായ ഇവർ 3 പേരും MDMA ഉപയോഗിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ ഒരു ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 അധ്യാപികമാരും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. കേസിൽ കൂടുതൽ അധ്യാപകർക്ക് പങ്കുണ്ടെന്ന സംശയത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. വടകര ഇൻസ്പെക്ടർ AV ദിനേശിന്റെ നേതൃത്വത്തിലുള്ള SIT സംഘത്തിനാണ് അന്വേഷണ ചുമതല. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകളുടെ ഭാഗമായി വടകര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 2 അധ്യാപികമാരും അറസ്റ്റിലായിരുന്നത്. ഇവരുടെ ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് നീഷ്മയും അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 28-ന് സഫ്വാൻ എന്ന യുവാവ് MDMAയുമായി പിടിയിലായിരുന്നു. ഇയാളുടെ മൊഴി അനുസരിച്ചാണ് ആദ്യം അറസ്റ്റിലായ കീർത്തനയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പിന്നാലെ കാവ്യയും അറസ്റ്റിലായി. പേരാമ്പ്ര BRCയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന കാവ്യയുടെ അക്കൗണ്ടിലേക്ക് മുൻപ് അറസ്റ്റിലായ കീർത്തനയുടെ ലഹരി പണമിടപാടുകൾ നടന്നെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കാവ്യയെയും അറസ്റ്റ് ചെയ്തിരുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കുണ്ടറ പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചതിന് പിന്നാലെ കുണ്ടറ സ്വദേശി സിയാദ് മരിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. 7 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കൊല്ലം റൂറൽ SPക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവ്. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിനായി ഓഗസ്റ്റ് 5-ന് നടക്കുന്ന കമ്മീഷന്റെ സിറ്റിംഗിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുണ്ടറയിൽ യുവാവിന്റെ മരണം ഹെപ്പറ്റൈറ്റിസ് ബാധ മൂലമെന്നാണ് റിപ്പോർട്ടെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. എങ്കിലും കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് അസോസിയേഷൻ പിരിച്ചുവിട്ടതിൽ ഒരു ആക്ഷേപവുമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അതിനെപ്പറ്റി DGPയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഹെപ്പറ്റൈറ്റിസ് C വന്നതാണ് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ജില്ലാ ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. DGPയോട് റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട്. ഒരാക്ഷേപവുമില്ല. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവിന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കേരള പോലീസ് അന്വേഷിച്ചാൽ യഥാർത്ഥ വിവരം പുറത്തുവരില്ല എന്നതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കുടുംബത്തിനാവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും CPM ആവശ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി
ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. സ്റ്റേഷനിലെത്തിയാൽ അവിടെ CCTV ക്യാമറ ഉണ്ടെന്നും അവിടെ ചെന്നാൽ ഇത് നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വഴിക്ക് നിർത്തിയാണ് ക്രൂരമായ മർദ്ദനം, നട്ടിൽ ഒടിക്കത്തക്ക രീതിയിൽ മർദ്ദനം അവർ പോലീസ് നടത്തിയത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പിടിയിലായ ലോൺ ആപ്പ് തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങി പോലീസ്. കൂടുതൽ പേർ സംഘത്തിലുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഘത്തിലെ മുഖ്യപ്രതിയായ അഹമ്മദാബാദ് സ്വദേശി പാർത്ഥനെ പോലീസ് പിടികൂടി. മറ്റൊരു പ്രതിയായ ആകാശ് സിംഗ് ചൌധരിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ലക്ഷ്യമാക്കിയ ലോൺ ആപ്പ് സംഘം പോലീസ് പിടിയിലാകുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ശ്രീകാര്യം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. കോൾ സെന്റർ മാതൃകയിൽ രാത്രിയിലായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം. 18 ഉത്തരേന്ത്യക്കാരാണ് പിടിയിലായത്. ഇവർ കൂടുതലും പണം തട്ടിയെടുത്തത് അമേരിക്കക്കാരിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ രാജ്യക്കാരിൽ നിന്ന് കോടികളാണ് സംഘം തട്ടിയെടുത്തത്. ആപ്പ് തട്ടിപ്പിൽ മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിലായി. പാർത്തി എന്നയാൾ അഹമ്മദാബാദ് വിമാനത്താവളത്തിലാണ് പിടിയിലാകുന്നത്. മറ്റൊരു പ്രധാന പ്രതിയായ ഗുജറാത്ത് സ്വദേശി ആകാശ് സിംഗ് ചൌധരി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരത്ത് തന്നെ കൂടുതൽ കേന്ദ്രങ്ങളിൽ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതലിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. 100 കണക്കിന് സിം കാർഡുകളും മൊബൈലുകളും റെയ്ഡിൽ പിടിച്ചെടുത്തു. ഇവയുടെയും കമ്പ്യൂട്ടറുകളുടെയും പരിശോധനയിൽ മാത്രമേ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാകൂ എന്ന് പോലീസ് വ്യക്തമാക്കി. എത്ര പണം തട്ടിയെടുത്തെന്ന് കണ്ടെത്താൻ വിദഗ്ധ അന്വേഷണം വേണമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൈബർ തട്ടിപ്പ് തടയാൻ ബാങ്ക് പോലീസ് ഏകോപന കമ്മിറ്റി രൂപീകരിച്ചതായി DGP റവാഡ ചന്ദ്രശേഖർ. പണം തട്ടുന്നത് തടയാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഏകോപന സമിതി ഉണ്ടാകും. ശ്രീകാര്യത്തെ കോൾ സെന്റർ തട്ടിപ്പിൽ 10 പേരെ അറസ്റ്റ് ചെയ്തതായും ലോൺ ആപ്പ് ഉപയോഗിച്ച് അമേരിക്കയിൽ തട്ടിപ്പ് നടത്തിയ മുഖ്യപ്രതിക്കായി അന്വേഷണം തുടരുകയാണെന്നും DGP അറിയിച്ചു. മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്താൻ പോലീസിനെ ബാങ്കുകൾ സഹായിക്കും. 78 കോടി രൂപയുടെ തട്ടിപ്പ് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. തട്ടിയെടുത്ത 5% തുക വീണ്ടെടുത്ത് പരാതിക്കാർക്ക് നൽകി. എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് വലിയ തട്ടിപ്പുകൾ നടക്കുന്നത്. DGP പറഞ്ഞു. Accounts have come down substantially when compared to last year to this year. The I4C data shows that there is a reduction in the mule accounts. That itself is one good process in the fight against the cyber crime. അവർ ഉപയോഗിക്കുന്നത് എന്താണെങ്കിൽ നമുക്കുള്ള വീക്ക്നെസ്സസ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഐഡന്റിഫൈങ് ദ സീനിയർ സിറ്റിസൻസ് in whose account money is there, that is the point, and identify and try and exploit their either അവർ ഭയത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ്സോ ഐഡന്റിഫൈ ചെയ്ത രീതി ചെയ്യുന്നതാണ് അതിലേക്ക്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ആശ്വാസം. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. പകലും രാത്രിയും യൂണിറ്റിന് ₹2.93 നിരക്കിലാണ് വൈദ്യുതി വാങ്ങുക. അതേസമയം സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB അറിയിച്ചു. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതും കാരണം വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ഇന്നും സംസ്ഥാനത്ത് വൈകിട്ട് പീക്ക് സമയങ്ങളിൽ ഭാഗികമായ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും. ആലുവയിൽ നിന്ന് കാണാതായ 12 വയസ്സുകാരി ശ്രീഭദ്രയെ കണ്ടെത്തി. പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ആലുവ പോലീസ് സംഘം പൂനെയിൽ എത്തിയിരുന്നു. റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ തെരച്ചിലാണ് കുട്ടിയെ കിട്ടിയത്. 4 ദിവസത്തിന് ശേഷമാണ് കുട്ടിയെ കണ്ടെത്തിയത്. സുഹൃത്തിനൊപ്പമാണ് കുട്ടി പോയത്. ഇൻസ്റ്റഗ്രാം വഴി സുഹൃത്തിന്റെ ഫോണിൽ ട്രേസ് ചെയ്താണ് കുട്ടിയെ കണ്ടെത്തിയത്. പോലീസ് കുട്ടിയുമായി നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. സംവിധായകനും പൊതുപ്രവർത്തകനുമായ അഖിൽ മാരാർ 2020 ബന്ധം ഉപേക്ഷിച്ചു. പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത പശ്ചാത്തലത്തിലാണ് പാർട്ടി വിടുന്നതെന്ന് അഖിൽ മാരാർ പ്രതികരിച്ചു. സാബു എം ജേക്കബിനെതിരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ആരോപണവും അഖിൽ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം അഖിൽ മാരാർ പാർട്ടിയുടെ ഘടകങ്ങളിൽ അംഗമായിരുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണ് അഖിൽ പാർട്ടിയിലേക്ക് എത്തിയതെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് അഖിൽ മാരാർ 2020 ചേർന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ചകൾ സജീവമായിരിക്കെ വളരെ പെട്ടെന്നാണ് അഖിൽ 2020 ഭാഗമായത്. കൊട്ടാരക്കരയോ തൃപ്പൂണിത്തുറയോ എവിടെയെങ്കിലും മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും അഖിലിന് മത്സരിക്കേണ്ടി വന്നത് തൃക്കാക്കരയിലായിരുന്നു. തൃക്കാക്കരയിൽ അഖിൽ 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു.
തിരഞ്ഞെടുപ്പിന് ശേഷം 2020യുടെ രാഷ്ട്രീയ വേദികളിൽ നിന്ന് മാറിയുന്ന അഖിൽ ഇപ്പോൾ ഔദ്യോഗികമായി പാർട്ടിയോട് ബൈ പറഞ്ഞു. വ്യക്തികേന്ദ്രീകൃതമായ നിലപാടുകളോട് കലഹിച്ചാണ് അഖിലിന്റെ പടിയിറക്കം. 2.5 മാസമായി ഞാൻ പലപ്പോഴായിട്ട് അദ്ദേഹത്തിനെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു നല്ല കാര്യം ആണ് ചെയ്യുന്നതെന്ന് ഒരു മറുപടി ഇടുന്നില്ല. എൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കിഡ്നി മാറണം എന്ന സാഹചര്യം ഞാൻ പറയുമ്പോഴും ഒരു മറുപടിയില്ല. പല നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യം മാത്രമാണ് ലക്ഷ്യം. ഞാൻ എന്തായാലും വന്നു, ഇവിടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. 2020യുടെ കൊല്ലത്ത് ഒരു ജില്ലാ പ്രസിഡൻ്റാക്കി നിങ്ങൾ എന്നെ വെക്കും, ഞാൻ ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഈ 2020യുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിലയുള്ള പോസ്റ്റാണോ, അല്ലെങ്കിൽ കൊല്ലത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സാബു എം ജേക്കബിനെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണം അഖിൽ ഉയർത്തുന്നുണ്ട്. വലിയൊരു തുക അദ്ദേഹത്തിന് NDAയിൽ ചേർന്നതിനെ തുടർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പഴി ഞാനെന്തിനാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ മത്സരിച്ച മറ്റൊരു സ്ഥാനാർത്ഥി എന്തിനാണ് കേൾക്കുന്നത്? ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ ഇത് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ജീവിതം നശിപ്പിച്ചിട്ട് പുള്ളി ഒരു മറുപടി തരാതെ, ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കാതെ, മെസ്സേജ് ചെയ്താൽ റിപ്ലൈ തരാതെ അങ്ങനെ പോകുന്ന ഒരാളുടെ ആ വിഴുപ്പ് ഞാനെന്തിനാണ് ഇങ്ങനെ പേറുന്നത്? അതേസമയം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രം പാർട്ടിയോടൊപ്പം ചേർന്ന വ്യക്തിയാണ് അഖിലെന്നും അങ്ങനെ ഒരാൾ പാർട്ടി വിട്ടതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്നും സാബു എം ജേക്കബ് അമൃത വാർത്തകളോട് പറഞ്ഞു. 2020 ഒരു ഔദ്യോഗിക ഇതെല്ലാം സ്ഥാനാർത്ഥിയായി നല്ല രീതിക്ക് പറഞ്ഞിട്ട് രാജിവെക്കേണ്ട കാര്യങ്ങളൊന്നും അതിലില്ല. ശരി, അപ്പൊ സംഘടനയ്ക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പമുണ്ടാവില്ല. അതിനകത്ത് ഇപ്പൊ ഒരാള് ഇപ്പൊ എത്രയോ ആളുകൾ ഏതെല്ലാം പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് യോജിക്കാൻ പറ്റുന്നതിനായിരിക്കും പോയിക്കോട്ടെ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിലവിൽ പുതിയ രാഷ്ട്രീയ നീക്കം അഖിൽ ഉദ്ദേശിക്കുന്നില്ല. സ്വതന്ത്രനായി പൊതുപ്രവർത്തനം സജീവമായി കൊണ്ടുപോകാനാണ് ലക്ഷ്യമെന്ന് അഖിൽ അമൃത ന്യൂസിനോട് വ്യക്തമാക്കി. അതേസമയം അഖിലിന് പിന്നാലെ കൂടുതൽ പേർ പാർട്ടി വിടുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. TG മോഹൻദാസിന്റെ പ്രസ്താവനയ്ക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ അതിശക്തമായി മുന്നോട്ട് വരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അക്രമത്തിനും കൂട്ടക്കൊലയ്ക്കും ആഹ്വാനം ചെയ്യുന്ന സമീപനം ജനാധിപത്യ സമൂഹത്തെ ലജ്ജിപ്പിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. RSS വക്താവിനെതിരെ ശക്തമായ കേസെടുക്കണമെന്നും എന്നാൽ VD സതീശൻ സർക്കാർ ഇപ്പോഴും കേസെടുക്കാൻ മടിച്ചു നിൽക്കുകയാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വെടിവെച്ച് കൊല്ലണമെന്ന് RSSന്റെ വക്താവ് അവരുടെ ഇൻ്റലക്ച്വൽ സെല്ല് അതിൻ്റെ കൺവീനറായ TG മോഹൻദാസ് പരസ്യമായി പറയുന്ന കാര്യമാണ് നമ്മളെല്ലാം കേട്ടത്. അക്രമത്തിനും കൂട്ടക്കൊലക്കുമുള്ള ആഹ്വാനം ജനാധിപത്യ സമൂഹത്തെ ലജ്ജിപ്പിക്കുന്നതാണ്. ജനാധിപത്യപരം കോഴിക്കോട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. അസുഖബാധിതനായി കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയായിരുന്നു അന്ത്യം. 3 പതിറ്റാണ്ടിലേറെ കാലം ഊരാളുങ്കൽ സൊസൈറ്റിയെ വിജയകരമായി നയിച്ച പ്രമുഖ വ്യക്തിത്വമാണ് രമേശൻ പാലേരി. ഒരു സഹകരണ തൊഴിലാളി പ്രസ്ഥാനത്തെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി കൂട്ടായ്മയായി വളർത്തിയെടുക്കുന്നതിൽ രമേശൻ പാലേരിയുടെ നേതൃപാടവത്തിനും ഭാവനാപൂർണമായ ദീർഘവീക്ഷണത്തിനും നിർണായക പങ്കുണ്ടായിരുന്നു. 1995 മുതലാണ് ഊരാളുങ്കൽ സൊസൈറ്റി ചെയർമാനായത്. പരമ്പരാഗത നിർമ്മാണ മേഖലയിൽ നിന്നും ഊരാളുങ്കലിനെ വിവരസാങ്കേതിക വിദ്യ, വിനോദസഞ്ചാരം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി ആധുനിക മേഖലകളിലേക്ക് നയിച്ചതിൽ രമേശൻ പാലേരിയുടെ ദീർഘവീക്ഷണമാണ് മുതൽക്കൂട്ടായത്. തൊഴിൽ വിലക്കപ്പെട്ടവർക്ക് തൊഴിൽ നൽകാനായി ആരംഭിച്ച ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം ഇന്ന് തൊഴിലാളി മുതൽ എഞ്ചിനീയർമാരും മാനേജ്മെന്റ് വിദഗ്ധരുമടക്കം 18,000 പേർക്കാണ് തൊഴിൽ നൽകുന്നത്. ലേബർ സഹകരണ സംഘങ്ങൾക്കായുള്ള ദേശീയ ഉപദേശക സമിതിയിൽ രമേശൻ പാലേരി അംഗമായിരുന്നു. നാഷണൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ്സ് ഫെഡറേഷൻ ഡയറക്ടർ, ലേബർ സൊസൈറ്റികളെപ്പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച സമിതിയിലെ അംഗം എന്നിങ്ങനെ വിവിധ പദവികളും അദ്ദേഹം വഹിച്ചു. മികച്ച സഹകാരിക്കുള്ള സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ആദ്യ റോബർട്ട് ഓവൻ പുരസ്കാരം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. നാളെ നാദാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളിയാഴ്ച ചേരുന്ന കൗൺസിൽ യോഗം BJPക്ക് നിർണായകമാണ്. ജയിലിൽ കഴിയുന്ന കൗൺസിലർ R. സുഗതൻ അഭിഭാഷകൻ മുഖേന മേയർക്ക് അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഗതന്റെ അയോഗ്യത മറികടക്കാൻ നിയമപോരാട്ടം നടത്തുകയാണ് BJP. മാസത്തിൽ ഒരു കൗൺസിൽ യോഗം നിർബന്ധമെന്നിരിക്കെയാണ് ഈ മാസം അവസാനം യോഗം ചേരാൻ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന R. സുഗതൻ വെള്ളിയാഴ്ച ചേരുന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ BJPക്ക് ഏറെ നിർണായകമാകും. യോഗത്തിൽ സുഗതൻ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്തു നൽകും. അതേസമയം സുഗതൻ അഭിഭാഷകൻ മുഖേന മേയർക്ക് അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ അപേക്ഷ മേയർ കൗൺസിൽ യോഗത്തിൽ സമർപ്പിക്കണം.
അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ചേരുന്ന യോഗം വീണ്ടും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കപ്പെടും. കഴിഞ്ഞ മാസം 29-നാണ് അവസാന യോഗം ചേർന്നത്. 2 യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. ഹൈക്കോടതിയിലും കാപ്പ ബോർഡിലും ജാമ്യത്തിൽ ഇളവ് ലഭിക്കാനായി നിയമപോരാട്ടം തുടരുകയാണ് BJP. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയം തീക്കോയിയിൽ നവജാത ശിശുക്കളെ കടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നുവെന്ന് പരാതി. അസം സ്വദേശിനിയായ യുവതിയാണ് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ 2 പേരെ ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിന് പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി കോട്ടയം SP പറഞ്ഞു. आऊँगी बेबी डिलीवर करके मैं अपना बेबी लेकर चली जाऊँगी. 3 लाख ऑफर किया, हाँ, बट मेरे दिमाग में वो नहीं था. मैं अपना बेबी डिलीवर करके अपने साथ ही ले जाऊँगी. जस्ट यहाँ पे एक शेल्टर रहेगा मेरे ऊपर, वो मैंने सोचा था. तो आई, यहाँ पे आने के बाद और भी 2 लड़कियाँ थी वहाँ पे. तो 2 लड़कियाँ थी, तो मैंने उनसे पूछा क्या क्या. उन्होंने बोला ऐसा ऐसा हमें डिलीवर, हाँ, उनको एक प्रेग्नेंट थी और एक डिलीवर हो चुके थे. एक 2 लड़की थी वहाँ पे. കോട്ടയം തീക്കോയി പഞ്ചായത്തിലെ ഞണ്ടുകലിൽ വാടക വീട്ടിൽ ഗർഭിണികളായ സ്ത്രീകളെ താമസിപ്പിച്ച് പ്രസവശേഷം കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്നു എന്നാണ് അസം സ്വദേശിനിയായ യുവതിയുടെ പരാതി. ഭർത്താവുമായി പിണങ്ങിയ യുവതി ഗർഭിണികൾക്ക് താമസിക്കാൻ പറ്റുന്ന ഷെൽട്ടർ ഹോം അന്വേഷിച്ചപ്പോഴാണ് തീക്കോയിലുള്ള സംഘം ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വരാൻ ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തു നൽകിയത്. നവജാത ശിശുക്കളെ മറിച്ചു വിൽക്കുന്ന സംഘമാണെന്ന് തിരിച്ചറിഞ്ഞ യുവതി അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തുവന്ന് റോഡിൽ അലഞ്ഞു തിരിയുന്നത് കണ്ട് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് ഇടപെട്ട യുവതിയെ കോട്ടയം ഗാന്ധിനഗറിലെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചു. അഭയകേന്ദ്രത്തിൻ്റെ അധികൃതർ യുവതിയുമായി സംസാരിച്ചപ്പോഴാണ് ശിശുക്കടത്തിൻ്റെ വിവരം പുറത്തു വരുന്നത്. മിനിയാന്ന് വൈകിട്ട് 6 മണിക്കാണ് കൊണ്ടുവന്നത്. അപ്പം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഹിന്ദിയിൽ പോലീസുകാരോട് പറഞ്ഞുകൊണ്ട് അവർക്ക് മനസ്സിലായില്ലായിരുന്നു. ഇവിടെ വന്ന് പോലീസുകാരുടെ മുമ്പ് വെച്ച് തന്നെ സംസാരിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കംപ്ലയിൻ്റ് എഴുതി രാത്രി തന്നെ മെയിൽ ചെയ്തായിരുന്നു. കാരണം ഇവിടെ പറഞ്ഞു അവരവിടെ നിന്ന് വീട് മാറുമായിരിക്കും, ഇവിടെ ഫർണിച്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വീട് മാറിയേക്കും ഇന്ന് രാത്രി തന്നെ എന്നൊക്കെ അവൾ പറഞ്ഞതുകൊണ്ട് രാത്രി തന്നെ മെയിൽ അയച്ചു. പിന്നെ SP-ക്ക് മെയിൽ അയച്ചായിരുന്നു. ടിക്കറ്റിനുള്ളതും ഫുഡിനുള്ളതൊക്കെ പൈസ അയച്ചു കൊടുത്തായിരുന്നു. അത് പിന്നെ അവളുടെ മൊബൈലിനകത്ത് ഇവിടെ വെച്ച മെസ്സേജ് മുഴുവൻ ഇവിടെ ഉണ്ട്, ആ മൊബൈലിലുണ്ട്. അതിനകത്തൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ലീഗലാണോ, കെയർ കിട്ടുമോ, ഇങ്ങനെയൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് അതിനകത്ത്. സംഭവത്തിൽ വാഗമൺ പുള്ളിക്കാനം സ്വദേശി അർജുൻ, ഇയാളുടെ ബന്ധുവും തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയുമായ രാജ എന്നിവരെ ഈരാറ്റുപേട്ട പോലീസ് പിടികൂടി. തീക്കോയിലെ വീട്ടിൽ താൻ എത്തുമ്പോൾ ഗർഭിണികളായ 2 യുവതികൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് പരാതിക്കാരിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ. നവജാത ശിശു കടത്തുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണത്തിന് പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതായി കോട്ടയം ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു പറഞ്ഞു. അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതിനെല്ലാം സംവിധാനം ചെയ്യുന്നുണ്ട്. 2 പേർ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. തുടർന്ന് അന്വേഷിക്കുന്നുണ്ട്. എവിഡൻസ് എടുത്ത് ബാക്കി വിശദമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസ് പിടികൂടിയവരുടെ ഫോൺ കോളുകളും സാമ്പത്തിക ഇടപാടുകളും മറ്റു ചുറ്റുപാടുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ വലിയ ഒരു സംഘം തന്നെ ഇതിന് പിന്നിൽ ഉണ്ടാവുമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പങ്കെടുത്തതിൽ വിശദമായ റിപ്പോർട്ട് നൽകി ഡൽഹി പോലീസ്. ജന്തർ മന്ദറിലെ സമരവേദിയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേരുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകം, പോക്സോ കേസ്, മോഷണം, പിടിച്ചുപറി തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണിവർ. ജിഷ്ണു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ഈ 2000-ലധികം പേർ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അതീവ ഗൗരവമുള്ളതാണ്. എന്തൊക്കെയാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്? കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയിട്ടുള്ള സമരത്തിലെ പാർലമെന്റ് മാർച്ചിലുണ്ടായിട്ടുള്ള സംഘർഷവും ഒപ്പം അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പോലീസ് നടപടിയുമെല്ലാം വലിയ വിവാദമാവുകയും നിലവിൽ സുപ്രീം കോടതി അത് പരിഗണിക്കുകയുമാണ്. അതിനിടയിലാണ് ഈ സമരത്തിൽ ക്രിമിനലുകൾ ഉണ്ടായിരുന്നു എന്ന കൃത്യമായ റിപ്പോർട്ട് ഇപ്പോൾ ഡൽഹി പോലീസ് നൽകിയിട്ടുള്ളത്. ഡൽഹി പോലീസിന്റെ ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ പാർലമെന്റ് മാർച്ചിൽ മാത്രം കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട, അതായത് മുൻപ് കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട 101 പേരും കൊള്ള, പിടിച്ചുപറി ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തപ്പെട്ടിരുന്ന 284 പേരും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ മുൻപ് പ്രതിയായ 92 പേരും പാർലമെന്റ് മാർച്ചിൽ മാത്രം പങ്കെടുത്തു എന്നുള്ളതാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. കൂടാതെ കോക്രോച്ച് ജനതാ പാർട്ടി അനിശ്ചിതകാല സമരം നടത്തിയിട്ടുള്ള ജന്തർ മന്ദറിലെ സമരവേദിയിൽ 2873 ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ്. അവിടെ വളരെ കൃത്യമായിട്ടുള്ള പരിശോധന നേരത്തെ ഡൽഹി പോലീസ് നടത്തിയിരുന്നു. AI അധിഷ്ഠിതമായിട്ടുള്ള ഫേസ് റെക്കഗ്നൈസേഷൻ സിസ്റ്റം ക്യാമറ വഴിയായിരുന്നു
ആയിരുന്നു ഇവിടെ എത്തുന്ന ആളുകളെ പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് നിലവിൽ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത് ഇതിൽ ഏകദേശം 2873 പേർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ആ സമരവേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കൊലപാതകം, പോക്സോ കേസ്, മോഷണം, പിടിച്ചുപറി തുടങ്ങി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട 2873 പേരാണ് സമരവേദിയിൽ എത്തിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സമരത്തിൽ സാമൂഹ്യ വിരുദ്ധർ, അക്രമകാരികൾ നുഴഞ്ഞു കയറി എന്ന പ്രസ്താവന നേരത്തെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. ഈ സംഘർഷത്തിന് പിന്നിൽ അവരാണെന്നും അഭിജിത് ദീപ്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ കൂടി ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കോക്രോച്ച് സമരവേദിയിൽ അല്ലെങ്കിൽ പാർട്ടികളുടെ പാർലമെന്റ് മാർച്ചിലും ജന്തർ മന്ദിറിലെ സമരവേദിയിലും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരുടെ സാന്നിധ്യം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന് നൽകിയത്. മായ. ശരി, CJPയുടെ സമരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ പങ്കെടുത്തതിന്റെ വിശദമായ റിപ്പോർട്ടാണ് ഡൽഹി പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജന്തർ മന്ദിറിലെ സമരവേദിയിൽ മാത്രം 2873 പേർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി പള്ളിമുക്കിൽ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. കാസർഗോഡ് സ്വദേശിയായ യുവാവ് ഹെൽമറ്റ് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്റെ തലക്കടിച്ചു. ട്രാഫിക് ASI ഉത്തം കുമാറിന് നേരെയാണ് കാസർഗോഡ് സ്വദേശി അജേഷിന്റെ ആക്രമണമുണ്ടായത്. പള്ളിമുക്ക് ജംഗ്ഷനിൽ ട്രാവലർ ഡ്രൈവറുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന അജേഷിന്റെ ബൈക്ക് റോഡിൽ നിന്നും ASI മാറ്റാൻ ശ്രമിച്ചതോടെയാണ് ഇയാൾ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ചത്. അജേഷിനെ സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഗമൺ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് റവന്യൂ വകുപ്പ് അന്വേഷണം തുടങ്ങി. പീരുമേട് ഭൂരേഖ തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റ ഭൂമി സന്ദർശിച്ചു. ഇവർ അടുത്ത ദിവസം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. വാഗമൺ മേഖലയിൽ 70 ഏക്കറോളം സർക്കാർ ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ പതിച്ചുകൊടുത്തത്. ഇവിടെ വൻകിട റിസോർട്ടുകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. വാഗമൺ മുട്ടക്കുന്നിലെ 4 പട്ടയങ്ങൾ സംബന്ധിച്ചാണ് റവന്യൂ സംഘം പരിശോധന നടത്തുന്നത്. രേഖകൾ പരിശോധിച്ച് ഈ പട്ടയങ്ങളുടെ നിയമസാധുത കണ്ടെത്തും. 2012 കയ്യേറ്റമൊഴിപ്പിച്ച് സർക്കാർ തിരിച്ചുപിടിച്ച ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സർവേ നടത്തുമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിശോധിച്ചതിൽ ഇതിൽ ഒരു 11.5 ഏക്കറോളം സ്ഥലത്ത് 4 പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2001 കൊടുത്ത പട്ടയമാണ്. കൂടാതെ ഒരു 10 ഏക്കർ സ്ഥലം ഹൈറേഞ്ച് ടൂറിസം ഡെവലപ്മെന്റിന് പ്രൊപ്പോസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഈ 2 സ്ഥലങ്ങളും ഒന്ന് പരിശോധിച്ചിട്ട് പിന്നീട് ഈ സാവകാശം ഇതിൻ്റെ പട്ടയത്തിൻ്റെ മുൻ ഫയലുകളും രേഖകളും ഒക്കെ പരിശോധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. ഇടുക്കി ജില്ലയിൽ ഭൂമി കയ്യേറ്റവും വ്യാജപ്പട്ടയവും അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി. വാഗമൺ, മൂന്നാർ, ചിന്നക്കനാൽ, പരുത്തുംപാറ ഉൾപ്പെടെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും അനധികൃതമായി നൽകിയ പട്ടയങ്ങളും സംഘം പരിശോധിക്കും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ശ്രീലങ്കയ്ക്കെതിരായ 2 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീമിൽ പരിക്കിൽ നിന്ന് മോചിതനായ രവീന്ദ്ര ജഡേജ തിരിച്ചെത്തി. സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടറായ സരാൻഷ് ജെയിനും ഗുർഡൂർ ബ്രാറുമാണ് പുതുമുഖങ്ങൾ. ഓഗസ്റ്റ് 15 മുതലാണ് ആദ്യ ടെസ്റ്റ്. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീമിൽ നിരവധി മാറ്റങ്ങളുമായാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത്. 15 അംഗങ്ങൾ അടങ്ങിയ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. 2026 IPL-നിടയിലേറ്റ പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ഓൾറൗണ്ടർ ജഡേജയുടെ മടങ്ങിവരവ് ഇന്ത്യൻ സ്പിൻ നിരയ്ക്ക് വലിയ കരുത്താകും. സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടറായ സരാൻഷ് ജെയിന് ആദ്യമായി ദേശീയ ടീമിലേക്ക് പ്രവേശനം ലഭിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കിടെ ഹാംസ്ട്രിങ്ങിന് പരിക്കേറ്റ വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായിട്ടാണ് ഈ 33-കാരൻ ടീമിലെത്തിയത്. മധ്യപ്രദേശിന് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന സരാൻഷ് 54 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി 181 വിക്കറ്റുകളും 2223 റൺസും നേടിയിട്ടുണ്ട്. അടുത്തിടെ ശ്രീലങ്ക A ടീമിനെതിരായ പരമ്പരയിൽ ഇന്ത്യ Aയ്ക്കായി പുറത്തെടുത്ത മികച്ച പ്രകടനമാണ് സരാൻഷിന് തുണയായത്. KL രാഹുലാണ് വൈസ് ക്യാപ്റ്റൻ. ബുംറയും സായി സുദർശനും ഫിറ്റ്നസ് ക്ലിയർ ലഭിച്ച ശേഷം പരമ്പരയുടെ ഭാഗമാകും. പരിക്കിനെ തുടർന്ന് നിതീഷ് റെഡ്ഡി, ഹർഷിത് റാണ എന്നിവരെ പരിഗണിച്ചില്ല. ഋഷഭ് പന്തും ധ്രുവ് ജുറലുമാണ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ. ടീമിലുള്ള മറ്റ് ടീം അംഗങ്ങൾ ഇങ്ങനെയാണ്: യശസ്വി ജയ്സ്വാൾ, കുൽദീപ് യാദവ്, മാനവ് സുധർ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ദേവദത്ത് പടിക്കൽ എന്നിവരാണ്. ഓഗസ്റ്റ് 7 കൊളംബോയിൽ നടക്കുന്ന 4 ദിവസത്തെ പരിശീലന മത്സരത്തോടെയാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുക. തുടർന്ന് ഓഗസ്റ്റ് 15 മുതൽ 19 വരെ 1-ാം ടെസ്റ്റും ഓഗസ്റ്റ് 23 മുതൽ 27 വരെ 2-ാം ടെസ്റ്റും നടക്കും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഫ്രാൻസ് ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി ഇതിഹാസ താരം സിനദിൻ സിദാനെ നിയമിച്ചു. പരിശീലകനായിരുന്ന ദിദിയർ ദെംഷാസ് പടിയിറങ്ങിയതിന് പിന്നാലെയാണ് നിയമനം. 2030 വരെ നീളുന്ന ദീർഘകാല കരാറിലാണ് സിദാൻ പരിശീലകനായി എത്തുന്നത്. ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. യുവേഫ നാഷൻസ് ലീഗ് ആയിരിക്കും പരിശീലകനായുള്ള സിദാന്റെ അരങ്ങേറ്റ മത്സരം. പിന്നാലെ 2028 യൂറോ യോഗ്യതാ മത്സരങ്ങൾ ഉണ്ടാകും. 2030 ഫിഫ ലോകകപ്പ് ടൂർണമെന്റുകളിൽ സിദാന്റെ തന്ത്രങ്ങൾക്ക് കീഴിലാവും ടീം പോരാട്ടത്തിനിറങ്ങുക. 2016
മുതൽ 21 വരെയുള്ള കാലയളവിൽ 2 തവണ സിദാൻ റയൽ മാഡ്രിഡിന്റെ കോച്ചായിരുന്നു. 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും 2 ലാലിഗ കിരീടങ്ങളും 2 ക്ലബ്ബ് ലോകകപ്പുകളും സിദാന്റെ കീഴിൽ റയൽ നേടി. ഇതാദ്യമായാണ് ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ സിദാൻ ഒരുങ്ങുന്നത്.